എന്നിട്ട് എല്ലായിടത്തും പ്രവചനമായി. കിഴക്ക് വശത്തുള്ള വാതിൽ പൊളിച്ച് പടിഞ്ഞാറ് വശത്ത് വയ്ക്കുക, മറ്റേ മൂലയിലുള്ള കിണർ മൂടിയിട്ട് ഇപ്പുറത്ത് കിണർ കുത്തുക തുടങ്ങിയ കലാപരിപാടികളായിട്ട് നമ്മൾ ഇതിനെ മുഴുവൻ മാറ്റിയെടുത്തു. നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പ്രവചന ഭാഗം, ഫലഭാഗവും പ്രവചന ഭാഗവും ഉണ്ടല്ലോ. ഫലഭാഗം ഗണിതമാണ്. അത് ആകാശഗോളങ്ങളുടെ ചലനം, ഉദയാസ്തമയങ്ങൾ, കാലഗതിയുടെ പരിണാമങ്ങൾ, അതൊക്കെ വിശദീകരിക്കുന്ന ഭാഗമാണ് ജ്യോതിശാസ്ത്രത്തിലെ ഈ ഫലഭാഗം, ഗണിത ഭാഗം എന്ന് പറയുന്നത്. പ്രവചന ഭാഗം എന്ന് പറയുന്നതാണ് ഈ ജാതകമായിട്ടും പിന്നെ ഭാവി പറയലായിട്ടും ഒക്കെ മാറിയത്. ഈ പ്രവചന ഭാഗം ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിലേക്ക് കടന്നു വന്നത് വാസ്തവത്തിൽ ഗ്രീക്ക് ജ്യോതിഷികൾ വഴിയാണ്. ഗ്രീക്ക് പാരമ്പര്യം കടന്നു വന്നതാണ്. പക്ഷെ ഇന്നിപ്പോൾ ഇന്ത്യയിൽ അവശേഷിക്കുന്നത് ഈ പ്രവചനം മാത്രമാണ്. ഗണിതം പോയി. എന്നിട്ട് എല്ലായിടത്തും പ്രവചനമായി. കിഴക്ക് വശത്തുള്ള വാതിൽ പൊളിച്ച് പടിഞ്ഞാറ് വശത്ത് വയ്ക്കുക, മറ്റേ മൂലയിലുള്ള കിണർ മൂടിയിട്ട് ഇപ്പുറത്ത് കിണർ കുത്തുക തുടങ്ങിയ കലാപരിപാടികളായിട്ട് നമ്മൾ ഇതിനെ മുഴുവൻ മാറ്റിയെടുത്തു. ആര്യഭടൻ AD 499 ആര്യഭടീയം എഴുതുന്നത്. ആര്യഭടീയത്തിൻ്റെ ഗോളപാദത്തിൽ ഭൂമി സൂര്യനെ ചുറ്റിക്കറങ്ങുകയാണ്, സൂര്യൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുകയല്ല എന്ന നിരീക്ഷണമുണ്ട്. വളരെ കൗതുകമുള്ളൊരു മെറ്റഫറാണ്. നിങ്ങളൊരു തോണിയിൽ കയറി പുഴയിലൂടെ സഞ്ചരിച്ചാൽ നദീതീരത്തെ സസ്യലതാദികൾ അനങ്ങുന്നതായിട്ടും നിങ്ങൾ അനങ്ങാതിരിക്കുന്നതായിട്ടും എങ്ങനെയാണോ അനുഭവപ്പെടുന്നത്, അതുപോലെയാണ് സൂര്യൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നതായിട്ടും ഭൂമി നിശ്ചലമായി നിൽക്കുന്നതായിട്ടും അനുഭവപ്പെടുന്നത്. ഇത് ഇന്ത്യയിലെ ജ്യോതിശാസ്ത്ര വിജ്ഞാനം ഉണ്ടാക്കിയ വലിയ കുതിപ്പാണ്. ഈ ജ്യോതിശാസ്ത്രം നമുക്കില്ല. മറിച്ച് വരാഹമിഹിരനുണ്ടാവും, നമുക്ക് ഹോരാശാസ്ത്രം ഉണ്ടാവും, ഫലപ്രവചനം ഉണ്ടാവും, ആണ്ടും നാളും മുഹൂർത്തവും നോക്കലുണ്ടാവും. ഞാൻ പറഞ്ഞത് അടിസ്ഥാന വിജ്ഞാനത്തിൻ്റെ ഭൗതികതയെ ദേശീയ പാരമ്പര്യം എന്ന നിലയിൽ ഇന്ത്യ ഉൾക്കൊള്ളുകയുണ്ടായില്ല.